സഖാവ് വയലാറിന്റെ കവിത, ആ കവിതയിൽ പറയുന്നുണ്ട്, ആര് ഒരാളുണ്ട് ഈ കുതിരയെ കെട്ടുവാൻ, ആര് ഒരാളുണ്ട് അതിന് മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിന് സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാനെന്ന്. അതെല്ലാവർക്കും അറിയാം. സഖാവ് വയലാറിന്റെ ആ വരികൾ നമുക്ക് ആവർത്തിക്കാം. ആരുണ്ട് ഈ കുതിരയെ പിടിച്ചു കെട്ടാൻ? LDF-ന്റെ ഈ മഹത്തായ വിജയത്തിന്റെ ലക്ഷ്യം തേടുന്ന ഈ കുതിരയെ പിടിച്ചു കെട്ടാൻ ആരുണ്ട്? ഇതിന്റെ മാർഗം മുടക്കാൻ ഏത് BJP ഉണ്ട്, ഏത് UDF ഉണ്ട്? ഒറ്റയ്ക്കും കൂട്ടായിട്ടും വന്നാലും ശരി, നാം പ്രഖ്യാപിക്കുന്നു, ഈ കുതിര ലക്ഷ്യം കാണും വരെയും മുന്നോട്ട് പോകും. ഇത് LDF-ന്റെ പടക്കുതിരയാണ്, വ്യക്തികളല്ല. ഈ ആശയം, ഈ രാഷ്ട്രീയം, ഈ കുതിര അതുകൊണ്ട് കേരളത്തിന്റെ അടുത്ത വികസന ഘട്ടം കുറിക്കാൻ വേണ്ടിയുള്ള ജൈത്രയാത്രയിലാണ്. ആ യാത്ര ലക്ഷ്യം കാണും വരെയും മുന്നോട്ട് തന്നെ പോകും. നമുക്കെല്ലാവർക്കും അതുകൊണ്ട് സ്വയം പറയാം, എല്ലാവർക്കും വേറെ വേറെ പേര് കാണും, വേറെ വേറെ പാർട്ടിയും കാണും. എൻ്റെ പേര് CPI, നിന്റെ പേര് CPM, വേറൊരു പേര് കേരള കോൺഗ്രസ്, വേറൊന്ന് RJD, വേറൊന്ന് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ, വേറൊന്ന് INL, വേറൊന്ന് കേരള കോൺഗ്രസ്. അങ്ങനെ എല്ലാ പേരും കാണും. ആ പേരെല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ ലക്ഷ്യം കാണും വരെയും ഈ പോരാട്ടത്തിന്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് സമരത്തിൽ വിജയം നേടും വരെയും സഹാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും ഒറ്റ പേരേ ഉള്ളൂ. എന്താണ് ആ പേര്? ആ പേര് LDF എന്നാണ്, അല്ലേ? LDF എന്നൊറ്റ പേര് നമുക്കുള്ളൂ. ആ പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മറക്കുക. എല്ലാ പിണക്കവും, സൗന്ദര്യ പിണക്കവും, അനുഭവങ്ങളും, പരാതിയും എല്ലാം മറക്കുക. എന്നിട്ട് രാഷ്ട്രീയത്തിലെ ശരികൾ, സത്യങ്ങൾ, അവയെ മുറുകെ പിടിക്കുക. അതാണ് ഇടതുപക്ഷം. ആ പക്ഷത്തിന്റെ സന്ദേശമാണ് നമ്മളെല്ലാം ഒരുപോലെ പങ്കിടുന്നത്.